ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ പുത്തൻ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡ് നിങ്ങൾക്ക് സമ്മാനിക്കാനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അങ്ങനെ താരയും മായയുടെ യേശുണിയൊക്കെ കേട്ടിട്ട് നമ്മുടെ ചിത്ര പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം തന്നോളും. ഞാനായിട്ട് ഇനി ഒന്നും പറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വലിയ തെറ്റുകളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മായ പറയാണ്, അതിന് ഞങ്ങളായിട്ടല്ല ജ്യോതിനെ പറഞ്ഞു വിടുന്നത്. ഇതെല്ലാം ജ്യോതിയുടെ ഇഷ്ടപ്രകാരമാണ് ജ്യോതി പോകുന്നത്. ഞങ്ങൾ ഇതിന് പിന്നിലൊന്നും കളിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയുവാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ മായയും താരയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മുടെ ജ്യോതിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത്. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുകയാണ് നമ്മുടെ ചിത്രേനെ. പക്ഷേ ചിത്ര ഇതിൽ വല്ലതും വീഴുമോ? ഇത് കേട്ട് നമ്മുടെ ബാല വരുന്നുണ്ട്. ബാല പറയാണ്, ബാലയ്ക്കൊരു ചെറിയ സോപ്പിങ്ങിലൂടെയൊക്കെ ആട്ടോ വരുന്നത്. ബാല ചിത്രയുടെ നോക്കിയിട്ട് പറയാണ്, നമുക്ക് എല്ലാ കളികളും അവസാനിപ്പിക്കാം, നമുക്ക് എല്ലാം ഇവിടെ വെച്ചുകൊണ്ട് നിർത്താം. നമ്മൾ ഇനി എന്നാത്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? പിരിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഒന്നായിക്കൂടെ എന്ന ഒരു രീതിയിലുള്ള ചോദ്യമാണ് നമ്മുടെ ചിത്രയോട് ചോദിക്കുന്നത്. ചിത്രയ്ക്ക് ഇതൊക്കെ മനസ്സിലായി. ചിത്ര പറയാണ്, അടുത്ത പ്ലാനിങ്ങുമായിട്ട് വന്നേക്കുക. എനിക്കറിയാം ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിങ് ആണെന്ന്. നിങ്ങളുടെ ഈ പ്ലാനിങ്ങിലൊന്നും ഞാൻ വീഴത്തില്ല, അത് നിങ്ങൾ ഓർക്കുകയും വേണ്ടെന്ന് പറഞ്ഞ് പതുക്കെ കയ്യിൽ നിന്ന് അങ്ങ് വിടിപ്പിക്കുകയാണ് ബാല എന്ത് ചെയ്യാനാ? ബാല പിന്നെയും പറഞ്ഞു, ഇത് പ്ലാനിങ് ഒന്നുമല്ല, നമുക്ക് ഇനി സന്തോഷമായിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ചിത്രയ്ക്ക് മനസ്സിലാകുമല്ലോ, ചിത്രയ്ക്ക് ഇവരുടെ അടവും കളികളും ഒക്കെ കണ്ടിട്ടാണല്ലോ ചിത്ര ഇത്രയും ദിവസമൊക്കെ ഇരുന്നത്. അപ്പം ചിത്ര പറയുകയാണ്, ചിത്രയ്ക്ക് ദേഷ്യം കണ്ടിട്ട് ചിത്ര അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെയും മായയുടെ ഉപദേശം തുടങ്ങി. മായ ബാലയോട് പറയണം, സാരമില്ലടാ പോട്ടെ, ഏതായാലും ജ്യോതി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേനും ചിത്ര ഏതായാലും നിന്നോട് വന്ന് മിണ്ടിക്കോളും, നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പൊക്കോളും. നീ ഇച്ചിരി നേരം സോപ്പൊക്കെ ഇട്ട് ഇതുപോലെ ഇച്ചിരി താഴ്ന്നൊക്കെ കൊടുത്താൽ മതി, അവൾ നിൻ്റെ സോപ്പിങ്ങിൽ വീണോളും എന്നൊക്കെ നമ്മുടെ മായ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ പിന്നെയും നമ്മുടെ ജ്യോതിനെ ഇവിടെ നിന്ന് തുരത്തി ചാടിക്കാനുള്ള അടുത്ത പ്ലാനുമായിട്ട് ആലോചിച്ച പദ്ധതിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു പ്ലാനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജ്യോതി ഉണ്ടല്ലോ, സുപ്രിയയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് പറയാണ്, നീ ഭയങ്കര ഭാഗ്യവതിയാണ്, ഡി കെയുടെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. ഇങ്ങനെയൊക്കെ ഒരു പുരുഷനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളവളായിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഡി കെക്ക് നിന്നെ ഇങ്ങനെ ഇപ്പോഴും നിൻ്റെ ചങ്കിൽ കൊണ്ട് നടക്കുന്നത്. എനിക്കിനി പറ്റില്ല ഇവിടെ കഴിയാൻ. ഞാൻ ഏതായാലും നിനക്ക് തന്ന വാക്കൊക്കെ ഞാൻ മാറ്റുകയാണ്, ഞാൻ ഇവിടുന്ന് പോകുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് സുപ്രിയയുടെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന്. ഇത് കണ്ട് ചിത്ര പുറകിരുന്നിട്ട് ചിത്രയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ചിത്ര ഇങ്ങനെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരുവാണ് ജ്യോതിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്. ചിത്രയ്ക്ക് മാത്രമല്ല കേട്ടോ, കണ്ടിരിക്കുന്ന നമ്മുടെയും കണ്ണ് നിറഞ്ഞു പോകും ജ്യോതിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടാൽ. ചിത്ര എന്നിട്ട് ജ്യോതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറയാണ്, കണ്ണിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, തോക്കാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് പിന്നെ നീ അങ്ങനെ വിചാരിച്ചു പോയില്ലേ? നീ എന്താ ഈ കാണിക്കുന്നത്? നീ കാണിക്കുന്ന വെറും മണ്ടത്തരങ്ങളാണ്. നീ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം നിനക്ക് നല്ല പ്രവർത്തനങ്ങളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് എൻ്റെ പൊന്നു ജ്യോതി എന്നിങ്ങനെ ചിത്ര പറയാണ്. ഇനി ബാലുവും ഞാനും തമ്മിലുള്ള പ്രശ്നമാണോ നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? എങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഞാൻ നിനക്ക് വാക്ക് തരാം, ഇനി ഒരിക്കലും ഞാൻ ബാലു എന്തെങ്കിലും പറഞ്ഞ ഒരു അക്ഷരം പോലും ഞാൻ ബാലുവിനെ എതിർത്ത് സംസാരിക്കില്ല. ഞങ്ങൾ നല്ലതുപോലെ ജീവിച്ച് തുടങ്ങിക്കോളാം. ഞാൻ ഇനി ഒന്നും പറയാൻ പോകില്ല ബാലുവിനോട്. എൻ്റെ പൊന്ന് ജ്യോതിയല്ലേ, ഞാൻ ഇവിടെ വെച്ച് ഞാൻ വാക്ക് തരുന്നത് നിനക്ക്. ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇനിയിപ്പം അതുകൊണ്ടാണെങ്കിൽ എൻ്റെ ജ്യോതി ഇവിടുന്ന് പോകരുത്. എന്നോട് കുറച്ച് അല്പമെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ജ്യോതി നീ ഇവിടെ തന്നെ തുടരണം, എന്നിട്ട് നീ അഭിപ്രായം ഒന്നും മാറ്റണം എന്ന് പറഞ്ഞിട്ട് ചിത്ര ഇങ്ങനെ ദയനീയമായിട്ട് നമ്മുടെ ജ്യോതിയുടെ കണ്ണുകളിൽ നോക്കിയിരിക്കുകയാണ്. ജ്യോതിയും അതുപോലെ തന്നെ നോക്കിയിരിക്കുകയാണ്. ജ്യോതിയുടെ മുഖം കണ്ടാൽ അറിയാം, ചുമ്മാ പറയുന്ന അതൊന്നും ജ്യോതി കേൾക്കാൻ പോകുന്നില്ല. ഇല്ല ചിത്രേ, ഞാൻ ഇവിടുന്ന് പോകുക തന്നെ ചെയ്യും. ഒരു കള്ളി എന്ന നിലയിലാണ് ഞാനിവിടെ ഡി കെയുടെ ഭാര്യയായിട്ട് വന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിലെ പ്രശ്നം. ഇപ്പോൾ അത് ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും വഴക്ക് കൂടുന്നതല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടോ? വെറുതെ എന്തിനാണ് ഒരു ശകുനിയായിട്ട് ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ കഴിയുന്നത്? ഞാൻ ഇതിലും നല്ലത് പോകുന്നതാണ് എൻ്റെ പൊന്നു ചിത്ര. നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ ഈ തീരുമാനം അത് ഉറച്ചതാണ്, അതിൽ നിന്ന് ഇനി ഒരു മാറ്റവും ഇല്ല. എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്തേ പറ്റൂ.
DK ബാലുവിനെ തല്ലി. അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് ചിത്ര. അപ്പം ചിത്ര പറയാണ്, അത് നീ കാരണമല്ല ജ്യോതി. അമ്മയോട് ബാലു ദേഷ്യപ്പെട്ടു. അമ്മയോട് ആരും ദേഷ്യപ്പെടുന്നത് DKക്ക് ഇഷ്ടമല്ല. DK അമ്മേനെ ആരെയും ഒന്നും പറയാൻ സമ്മതിക്കില്ല. അത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതല്ലേ. പിന്നെ അതെങ്ങനെയാണ് നീ കാരണമാകുന്നത്? അല്ല, അതല്ല ചിത്രേ, ഞാൻ കാരണം തന്നെയല്ലേ ആ പ്രശ്നവും ഉണ്ടായത്. അമ്മേനെ ബാലു പറയാൻ കാരണം നീയും ബാലുവും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ തുടക്കം എവിടെന്നാ? എൻ്റെ പേരും പറഞ്ഞല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഞാൻ തന്നെയല്ലേ. വെറുതെ എന്തിനാ ചിത്ര ഇനിയും ഇവിടെ നിന്ന് എല്ലാവരുടെയും പ്രശ്നങ്ങൾ കൂട്ട് എല്ലാവരുടെയും ജീവിതം കുളവാക്കുന്നത്? അതിൻ്റെ കാര്യം എനിക്കില്ലല്ലോ. ഞാൻ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എല്ലാവരുടെയും, അല്ലാതെ ആർക്കും ഒരു ദോഷം വരാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഈ തീരുമാനം എല്ലാവർക്കും ലാസ്റ്റ് മനസ്സിലാകും നല്ല തീരുമാനമായിരുന്നുവെന്ന്. പിന്നെ ഒന്നോർത്ത് എനിക്ക് സമാധാനിക്കാം. ഇത്രയും നാളെങ്കിലും ഞാൻ ഹിറ്റ്ലറിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചില്ലേ. എല്ലാവരും പേടിക്കുന്ന ആ ഹിറ്റ്ലറിൻ്റെ ഭാര്യ. ഇത്രയും നാൾ എനിക്ക് അങ്ങനെ ജീവിക്കാൻ സാധിച്ചില്ലേ. അതുപോലും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എൻ്റെ ഹിറ്റ്ലറിനെ. ഞാൻ കാരണം ഒരുപാട് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും അതൊക്കെ മാറി നല്ല രീതിയിൽ എൻ്റെ ഹിറ്റ്ലറേലും ഒന്ന് സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുപ്രിയയുടെ ഫോട്ടോയിലേക്ക് വീണ്ടും ജ്യോതി നോക്കുകയാണ്. നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DKക്ക് എന്ത് സമാധാനമൊക്കെ കിട്ടുമെന്ന് നീ പറയുന്നത്? നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അങ്ങനെയല്ല ജ്യോതി. നീ ഇല്ലാതെ ഇരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന DKനെ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. നീ വന്നു കഴിഞ്ഞ് DK ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ DK മാറണമെങ്കിൽ നിന്നോട് സ്നേഹമുണ്ടായിട്ട് തന്നെയാണ് എൻ്റെ ജ്യോതിന്ന് ജ്യോതിയെ പറഞ്ഞ് ചിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എവിടെ നിന്ന് ജ്യോതി ഇതുവല്ലോ കേൾക്കുന്നുണ്ടോ? ജ്യോതി പിന്നെ സുപ്രിയയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറയണ, കള്ളിയാ ഇവളുണ്ടല്ലോ അങ്ങ് പോയപ്പം നമ്മുടെ DKയുടെ കരളും ചങ്കും കൊണ്ടാണ് അങ്ങ് പോയത്. ഉള്ള സ്നേഹം മുഴുവൻ അങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ DKയുടെ മനസ്സിലെ ഇവള് തന്നെയാണെന്നും പറഞ്ഞ് സുപ്രിയയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറയാണ്. എന്നിട്ട് പിന്നെയും ചിത്ര പറയുന്നുണ്ട്, കാലും കൈയൊക്കെ പിടിക്കുകയാണ്, കയ്യിൽ വന്ന് പിടിച്ച് പറയാണ് നീ ഇവിടുന്ന് പോകരുതെന്ന്. അപ്പം ചിത്രയുടെ കണ്ണിൽ നോക്കി കുറച്ച് നേരം നിന്നിട്ട് ജ്യോതി പറയാണ്, ഇല്ല എനിക്ക് പോയേ പറ്റൂ ചിത്ര, എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് ഒഴുകാണ്. പിന്നെ അവിടെ നിന്നാൽ ജ്യോതി കരയുന്ന ജ്യോതിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ജ്യോതി പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവാണ്. ഇതെല്ലാം കണ്ട് ചിത്രയും കണ്ണൊക്കെ നിറഞ്ഞ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. ശേഷം DK ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓഫീസിൽ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ പ്രശ്നം ഉണ്ടായി. അപ്പം പെട്ടെന്ന് മാനേജറിനെ വിളിക്കുകയാണ്. മാനേജർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇടിയേറ്റ് താൻ എന്താണോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് 2 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതെന്താ കാരണം? നിങ്ങൾ പെട്ടെന്ന് പോയി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലൊക്കെ എടുത്തുകൊണ്ട് വാന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടാണ്. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ DK ഓഫീസിലിരുന്ന്. നേരത്തെ പണ്ടൊരു സ്വാമി വന്ന് പറഞ്ഞായിരുന്നു, ഇവൾ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യമാണ്, നിൻ്റെ ഭാഗ്യമാണ് ഇവളെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ പത്മാവതി അമ്മ വീണ്ടും ലിറ്റിൽ കർണ, ലിറ്റിൽ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. നീ ഇതിനു വേണ്ടിയാണോ ഞാൻ നിൻ്റെ മുമ്പിൽ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അവർ ലവ് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ എന്നും നിൻ്റെ മുമ്പിൽ പ്രയർ ഇരുന്നത്? അല്ലാതെ ഇതിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ പത്മാവതി അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ശേഷം DK ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവിനാഷ് എത്തി കേട്ടോ. അവിനാഷിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. പെട്ടെന്ന് ഡോറ് തുറന്നിറങ്ങിയിട്ട് എന്താ നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാനൊരു താങ്ക്സ് പറയാൻ വന്നായിരുന്നു, പിന്നെ എനിക്ക് ജാമ്യം കിട്ടി കേട്ടോ. താങ്ക്സ് അതിനല്ല, ഞാനുണ്ടല്ലോ ഇപ്പം ജോലിയൊക്കെ ഇല്ലാതെ ഇച്ചിരി ഫ്രീ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്, കാരണം നിങ്ങളാണ്, അതും കൊണ്ടൊരു താങ്ക്സ് പറയാൻ വന്നതാന്ന് പറയാണ്. നിൻ്റെ ഒരു താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട, നീ ഇപ്പം എന്താ ഇവിടെ ഇതിനാണോ നീ വന്നതെന്ന് DK എടുത്ത് ചോദിക്കാൻ. എന്നിട്ട് പറയാണ്, അല്ല ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ ഭാര്യയായിട്ട് പിരിയാൻ പോകുകയെന്ന് അറിഞ്ഞു. എനിക്കിപ്പോൾ സമാധാനമായി കേട്ടോ. അത് നല്ലൊരു തീരുമാനമാണ്. നിങ്ങളങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രിയയുടെ പുറകെ നിങ്ങൾ വരില്ലല്ലോ, അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ തിരക്കില്ലല്ലോ. അതാണ് എനിക്കിത് വളരെ സന്തോഷമായത്. അങ്ങനെ തന്നെ വേണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ DK പറയാണ്, പിന്നെ ആരാ നിന്നോട് പറഞ്ഞത് ഞാൻ പ്രിയയുടെ കാര്യം അന്വേഷിക്കില്ലെന്ന്? അതെ, ഓരോരുത്തരുടെ കാര്യം അന്വേഷിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം, നീ അല്ല തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ ഇയാളുടെ അഹങ്കാരം തീർന്നിട്ടില്ല. പിന്നെ രാജീവിനെ കൊന്നത് ഞാനല്ല, അത് നിങ്ങളാണ്. നിങ്ങളുടെ വാശിയുടെ രക്തസാക്ഷിയാണ് അവന്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ DKനെ ഇങ്ങനെ ചൂട് കയറ്റുകയാണ് ചെയ്യുന്നത്. DK ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട്
എന്താ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയണം, ഇതുപോലുള്ള വാഗ്ദാനങ്ങളൊന്നും ഇനി ആർക്കും കൊടുക്കരുത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാലും ഒരു വാശി കാണിച്ചാലും അത് ജയിക്കുക തന്നെ വേണം, അല്ലാതെ പാലിക്കാൻ പറ്റാത്ത വാക്കൊന്നും ഇനി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡി കെനെ കളിയാക്കാണ്. എന്ത് ചെയ്യാനാണ്, ഡി കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക്